ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ വീട് അപ്ഗ്രേഡ് ചെയ്തപ്പം നമ്മൾക്ക് ഒരാൾ വിളിച്ചാണ് ബീച്ച് അതേപോലെ ചെയ്ത് തരുമെന്ന്. അപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, മെസ്സിനെ ചാനൽ ലൈക്കും ചെയ്യും. അപ്പൊ ആർക്കാ കൂടുതൽ ഫാൻസ് നമുക്ക് നോക്കാം. അതിന് വണ്ടി കയറി നമുക്ക് നേരെ പോവാം. അപ്പൊ ഞാൻ വിചാരിച്ച ഇതേപോലെയാണ് വിചാരിച്ചത്. അപ്പൊ ഇതേപോലെ ആയി കിട്ടുമോന്നൊന്നും അറിയില്ല. നമുക്ക് നേരെ പോയി ചെയ്തു നോക്കാം. നമുക്ക് നേരെ പോവാം. ഒരു കേസ് തന്നെ നമ്മൾ ബീച്ചിലൊക്കെ എത്തി നമ്മൾ ഈ ഏരിയ ചെയ്യാൻ നിൽക്കുകയാണ്. ഈ രണ്ട് വീടും പിന്നെ ആ കുത്തർക്കണ മൂന്നും കൂടെ കൂട്ടിക്കാണ് ചെയ്യാനൊക്കെ. പിന്നെ ഒരു ബിൽഡിങ് ഇവിടെ വരും. നമുക്ക് നേരെ ഇവിടെ കാർ ഇവിടെ നിർത്തിയാണ് നമുക്ക് നേരെ ചെയ്യൽ തുടങ്ങും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നമുക്ക് കാറിനൊക്കെ ഇറക്കിയിരിക്കണം. നമുക്ക് നേരെ നോക്കാം എവിടെ ചെയ്യാൻ പറ്റുമെന്ന്. ഗൈസ് ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാൻ നമ്മളെ പ്ലാന്. പിന്നെ അവിടെ ഒരു ബിൽഡിങ്ങും വരും. നമുക്ക് നേരെ ചെയ്യാൻ പോവാം. ഈ വീടൊക്കെ അതിൻ്റെ ഉൾപ്പെടും. അപ്പൊ നമുക്ക് ഒരു ബീച്ച് സൈഡ് ചെയ്യാൻ നമുക്ക് നേരെ തുടങ്ങാം. അത് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നല്ല 39 സെക്കൻഡ് ഉള്ളത് ഞാൻ 5 സെക്കൻഡ് ആക്കിയതാണ്. അപ്പൊ നല്ല എഡിറ്റ് ചെയ്തിടും. അപ്പൊ എല്ലാവരും അതിന്റെ സപ്പോർട്ട് തരാം. സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഞാൻ സ്പീഡ് കാണിച്ചു തരാൻ ആർക്കും ബോറടിച്ചുണ്ടാച്ചിട്ട്. അപ്പൊ അങ്ങനെ ഇവിടെ വെച്ച് തുടങ്ങി. ബാക്ക് ഇങ്ങനെ വെച്ച് ഫസ്റ്റ് ബാക്കാ ചെയ്യുന്നത്. അപ്പൊ ബാക്ക് ഏകദേശം കഴിക്കണം. ഇനി സൈഡും കൂടെ വെക്കാനും. അപ്പം ഞാൻ ഉദ്ദേശിച്ച മാതിരി അയക്കണം. ഞാൻ ഉദ്ദേശിക്കുന്ന നേരല്ല ഒരു ചെറിയ ടൈപ്പിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേപോലെ ആയി വരുന്നുണ്ട്. നമുക്ക് നേരെ അപ്പുറം പോയി ചെയ്യണം. നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് ഏകദേശം ഇങ്ങനെ അയക്കണം. നമുക്ക് നേരെ അപ്പുറം പോയി ചെയ്യണോ കേട്ടാ. ചെരിഞ്ഞ ടൈപ്പിൽ വന്നിട്ട് നമുക്ക് നേരെ അപ്പുറം പോയി ചെയ്യാം. പക്ഷെ അതേപോലെ തന്നെ അപ്പുറം ചെരിഞ്ഞ് വരണം. അപ്പൊ അത് നമുക്ക് സ്പീഡ് ചെയ്ത് പോവാനും. ഏകദേശം ചെയ്തൊക്കെ തുടങ്ങിയിരിക്കണം. നമുക്ക് 2-3 വെക്കാനുള്ളൂ. അങ്ങനെ ലാസ്റ്റ് അഞ്ഞ് വെക്കണം. അതോടെ കഴിഞ്ഞും അങ്ങനെ വെച്ച് കഴിഞ്ഞ് മരങ്ങൾ വെക്കാണ്. കുറച്ച് മരം വെച്ചിട്ടും. അപ്പം ഇതിന് പേരൊന്നും അറിയില്ല, മരത്തിന്റെ പേര്. അപ്പൊ ഞങ്ങള് ഏകദേശം മരമൊക്കെ വെക്കാണ്. അപ്പൊ ഇവിടെ വെക്കാണ്. താഴത്തൊക്കെ മരം വെക്കണം. മരം അപ്പൊ അതാ ഒന്നും കൂടെ വെച്ച് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് വെക്കാം. ഇത് നേരായി കിട്ടണം, അതാണ് കുറച്ച് പണി. അപ്പൊ തബളും ഒന്ന് വെച്ചിക്കണ്. അടഞ്ഞി ഇതാ ഒന്നും കൂടെ വെക്കണം. അവിടെ ഒന്ന് വെക്കാം. പിന്നെ അവിടെയൊക്കെ ഒരു മരം വെക്കണം. ഇത് ഏകദേശമൊക്കെ ഒരു റെഡി ആയി വരുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ അപ്പുറം കൊണ്ടുപോയി ഇവിടെ ഒന്ന് വെക്കാണ്. നമുക്ക് നേരെ അവിടെ ഒന്ന് വെക്കാം. എന്നിട്ട് വേറൊരു മരം വെക്കാം. തൽക്കാലം ഇവിടെ നോട്ടെ. ഇപ്പൊ ഇതൊക്കെ വെച്ചിക്കണം. ഇപ്പൊ കുറെ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് വെക്കാം. അങ്ങനെ ലൈറ്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഫുള്ള് ലൈറ്റ് ഒക്കെ. ഞാൻ അപ്പുറം ലൈറ്റ് ഒക്കെ സ്പീഡ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ അപ്പുറം പോയി ലൈറ്റ് വെക്കാണ്. ഇവിടെ ഒരു 3, 4, 5 കൂടി പോയി 6 വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ലൈറ്റ് ഒക്കെ ഈ ഒരു വീടിന്റെ ആ ഭാഗത്ത് ഇവിടെ ഒരു 4-5 ലൈറ്റ് വെക്കണം. ഇവിടെ അവിടെ ആയിട്ട് ഒരു ലൈറ്റ് വെക്കാം. ഇവിടെ ലൈറ്റ് വെക്കുന്നുണ്ട്. ഇവിടെ വെച്ചിക്കണ്. അത് ശരിയാക്കി നേരെ വെക്കണം. ലൈറ്റ് ഈ 2 വീടും അവിടെയും വെച്ചിക്കണ്. ഇതും നമുക്ക് ലൈറ്റ് നേരെ ശരിയാക്കി വെക്കാം. അങ്ങനെ ലൈറ്റ് ഒക്കെ ഇനി ഇപ്പോഴും ശരിയാക്കി വെക്കാണ്ട് ഇനി നമുക്ക് നേരെ ഒരു ലൈറ്റും കൂടെ വെക്കാണ്ട് അതും വെക്കാം. അത് നമ്മൾ നമുക്ക് നേരെ ലൈറ്റ് വെക്കാം. ഇവിടും കൂടെ വെക്കാണ്ട് അത് നമുക്ക് നേരെ ശരിയാക്കി വെക്കണം. അത് ലെവലിൽ വെക്കണം. നമ്മൾ 4 സ്ഥലത്താണ് വെക്കണത്. അതേപോലെ വെച്ചിക്കണേ. ഇനി അതേപോലെ തന്നെ ലൈറ്റ് ഈ കുത്തിർക്കണ ഈ ഭാഗത്തും ലൈറ്റ് വെക്കാം. അപ്പൊ 2 സൈഡും വെച്ചിക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ലൈറ്റ് വെച്ചിക്കണേ. ഇനി ഒരു കൊട്ട വെക്കണം. വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടി ഇവിടെ ആദ്യം താമസിക്കേണ്ട വേസ്റ്റ് ഒക്കെ ഇടാണ്ടെങ്കിൽ 2 ഭാഗത്ത് കൊട്ടക്കണം. പക്ഷെ അങ്ങനെ ഇവിടെ വെച്ചിക്കണം. അപ്പുറത്തും വെച്ചിക്കണം. കുറച്ച് നമ്മൾ ഇറങ്ങി വരുന്ന അവിടെ വെച്ചിക്കണ്. ഇനി കുത്തർക്കാനുള്ള ഒരു സാധനം വെക്കണം. ഇത് എന്ന് പറഞ്ഞാൽ ശരിക്കും മരത്തിന്റെ അവിടെക്കുള്ള തൽക്കാലം പെടുന്നോട്ടെ. ഇവിടെ കുത്തർക്കാനൊക്കെ ആവശ്യമുണ്ടോ. അപ്പൊ നമ്മൾ നേർക്ക് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് എത്ര ആവശ്യം ഉണ്ടാവും അറിയാം. നമുക്ക് അപ്പുറം കൊണ്ടുപോയി വെക്കണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് നേരെ ഇവിടെ വെച്ചിട്ടാണ് പോവാം. ഇവിടെ ഒരു വേസ്റ്റ് കൊട്ട വെക്കുന്നത് അപ്പുറമാണ്. അപ്പൊ ഇവിടെ വേസ്റ്റ് കൊട്ട വെച്ചിട്ട് നേരെ കുത്തർക്കാനുള്ള സാധനം വെച്ചിക്കണ്. കണ്ട വെക്കുന്നുണ്ട്. അപ്പൊ അത് കൃത്യത്തിനാവണം. അങ്ങനെ ബിൽഡിംഗ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കി വെക്കുന്നുണ്ട്. ബിൽഡിംഗ് ഇവിടെ വെക്കണമെന്ന കൺഫ്യൂഷൻ. നമ്മളിപ്പോ ഏകദേശം ഇവിടെ വെച്ചിരിക്കണം. അപ്പൊ അതൊന്നായിട്ട് കാണിച്ചു തരാം. ഇതപ്പോ ഇങ്ങനെ നമുക്ക് ഈ വണ്ടി ഇപ്പൊ വേണ്ട. ഈ വണ്ടി ഒരു വിധമായിരിക്കും നമ്മൾ സാധനങ്ങൾ സെറ്റ് ആക്കുമ്പോഴത്തേനും. അപ്പൊ വണ്ടിയൊക്കെ നമ്മൾ വെടിവെച്ചിരിക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ഒട്ടാകെ ശരിയാക്കി. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ പോസ്റ്റും ലൈറ്റിന്റെ പോസ്റ്റും പിന്നെ അവിടെ കിട്ടും. അത് അധികം ഒന്നും ആർഭാടം ചെയ്തിട്ടില്ല. എങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതാ ഇങ്ങനെ ചെയ്ത് നമ്മൾ ആ ഒരു ബിൽഡിംഗ് മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇനി ഇതിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന നമ്മൾ ചെയ്യും. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് നേരെ ഇറങ്ങാം. വേറത്തൊന്നുമില്ല. ഇനിയിപ്പം വേറെത്തിലൊന്നും കാണില്ല. ഇത് എത്ര പോസ്റ്റും ഇതൊക്കെ ആയിട്ടുള്ളൂ.
ഇവിടെ പിന്നെ ഇതിന്റെ പേരും കറിയാം. ഇതൊരു വണ്ടിയൊക്കെ ഉള്ളടത്തും വെക്കണതാണ്. പിന്നെ ഇവിടെ ചെടി വെക്കണ സാധനം വെച്ചു, ഇവിടെ മരം വെച്ചു. ഈ മരത്തിന്റെ പേരൊന്നും എനിക്കറിയാം. അങ്ങനെ ഒരു മരം കിട്ടിയപ്പോൾ അവിടെ വെച്ചു എന്നുള്ളൂ. ഇപ്പൊ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കമന്റ് ചെയ്യാം. പക്ഷെ ഇവിടെ ഒക്കെ നല്ല ചെയ്ത് കുഴപ്പമൊന്നും ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ നമുക്ക് ബിൽഡിംഗ് വന്നു. ഇവിടെ ഒരു പാർക്കിനോൽക്കൊക്കെ പാർക്കും അടിപൊളി. പിന്നെ അവിടെ ഞാൻ ഒഴിച്ചിടാന്നൊക്കെ വിചാരിച്ചില്ല, ഒഴിച്ചിട്ടൊന്നുമില്ല ഗൈസ്. അപ്പൊ അതാണ് ബിൽഡിംഗ് ഇപ്പൊ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, അടിപൊളി ഉണ്ട് ഗൈസ്. അപ്പൊ ഇത് കൊച്ചുകൂടെ എത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചെറിയ സബ്സ്ക്രൈബ് ചെയ്യാത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.